താനൂർ പോലീസിലെ അക്രമകാരികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് CPIM. സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി പോലീസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പാർട്ടി അംഗത്തിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി മകനെ മർദ്ദിച്ച് അറസ്റ്റ് ചെയ്തെന്നും ആരോപണം. യുവാവിനെ വസ്ത്രമിടാൻ അനുവദിക്കാതെ സ്റ്റേഷനിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയെന്നും ആരോപണം. പോലീസിനെതിരെ ഇന്ന് CPM താനൂരിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കും. വിവരങ്ങളുമായി മുബഷീർ P. അക്ബറാണ് ചേരുന്നത്. മുബഷീർ, എന്തൊക്കെയാണ് താനൂർ പോലീസിനെതിരെയുള്ള CPMന്റെ ആരോപണങ്ങൾ? ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങുകയാണോ? തീർച്ചയായും ആര്യ, സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ഭരണകക്ഷിയിലെ തന്നെ CPM ഇത്തരമൊരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിൽ വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CPM താനൂർ ഏരിയ കമ്മിറ്റി താനൂർ പോലീസിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് ഈ ഒരു വിഷയത്തിൽ, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു CPM ചൂണ്ടിക്കാണിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. CPM താനൂർ ഏരിയ കമ്മിറ്റി അംഗമായ അനിലിൻ്റെ മകൻ ലെനിനെ താനൂർ പോലീസിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത നടപടിയുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഈ ഒരു സംഭവങ്ങളുടെ തുടക്കം. ഈ ഒരു വീട്ടിലേക്ക് പോലീസ് അതിക്രമിച്ചു കയറി ഈ ഒരു ലെനിനെ മർദ്ദിച്ചതിനു ശേഷം അർദ്ധനഗ്നനാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് CPM താനൂർ ഏരിയ കമ്മിറ്റി പോലീസിനെതിരെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു യുവാവിനെതിരെ ഉണ്ടായിരുന്ന 2 കേസുകൾ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ കഴിയാത്തതിനെ തുടർന്നായിരുന്നു പോലീസ് ഇത്തരമൊരു അതിക്രമം കാണിച്ചത് എന്നുള്ളതാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പിതാവായ അനിൽകുമാർ, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായ അനിൽകുമാർ പോലീസ് സ്റ്റേഷനിലെത്തിയ സമയത്ത് അദ്ദേഹത്തോടും മോശമായി സംസാരിച്ചു. തുടർന്ന് മജിസ്ട്രേറ്റിന് മുൻപിലെത്തിയ സമയത്ത് ഉൾപ്പെടെ പോലീസിനോട് ഈ വിധത്തിൽ ചോദ്യം ഉന്നയിച്ച ഘട്ടത്തിൽ പോലീസിന് കൃത്യമായ മറുപടി കൊടുക്കാൻ സാധിച്ചില്ലെന്നും CPM ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായാണ് താനൂർ പോലീസ് നിലവിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ താനൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു വിഭാഗം അതിക്രമകാരികളായ പോലീസുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഭരണകക്ഷി പാർട്ടി തന്നെയായ CPM ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, താനൂർ കസ്റ്റഡി കൊലപാതകം ഉൾപ്പെടെ താനൂർ പോലീസ് ആ നിലയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. CBI നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് താനൂർ പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഒരു പ്രസ്താവനയിലൂടെ തന്നെ CPM രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മലപ്പുറം താനൂർ ടൗണിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി താനൂർ CPM ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ യോഗം ചേരുന്നുണ്ട്. തീർച്ചയായും ഇത് CPMന്റെ ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരമൊരു പ്രസ്താവനയും പ്രതിഷേധ പൊതുയോഗവും ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ താനൂർ പോലീസിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിൽ അതിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നൊരു ആരോപണമൊക്കെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ CPM അത്തരമൊരു ആരോപണത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അവരുടെ പാർട്ടി അംഗത്തിന്റെ മകന് നേരെയാണ് ഈ വിധത്തിലുള്ള അതിക്രമം ഉണ്ടായി എന്നുള്ളതാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. താനൂർ കടപ്പുറത്ത് വെച്ചിട്ടും അവരുടെ പാർട്ടി അനുഭാവിയായ ഒരു വ്യക്തിക്ക് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു മോശമായ പെരുമാറ്റമുണ്ടായി, അതിക്രമമുണ്ടായി. ജാമ്യമുള്ളൊരു വ്യക്തിയെ പോലീസ് അതിക്രമിച്ചു കയറി മർദ്ദിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കുന്ന അവസ്ഥയുൾപ്പെടെ ഉണ്ടായി. കോടതി ഇത് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ആ ഒരു പ്രതിക്ക് പിന്നീട് ജാമ്യം ലഭിക്കുകയായിരുന്നു. പോലീസിന് കൃത്യമായ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ CPM ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ ഒരുപക്ഷെ LDF സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാവും ആ നിലയിലുള്ള ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധ മാർഗ്ഗങ്ങൾ CPM സ്വീകരിക്കാത്ത എന്നുള്ളതാണ് അവിടെയുള്ള CPM വൃത്തങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലീസിനെതിരെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ ചർച്ചകളൊക്കെ തന്നെ വളരെ സജീവമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയുള്ള CPM അണികൾക്ക് വലിയ പ്രതിഷേധം ഈ ഒരു സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഉണ്ടായി. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പാർട്ടി ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. പരസ്യമായി തന്നെ പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയിലൂടെ ഒരു പ്രസ്താവന പ്രസിദ്ധീകരിച്ചാണ് ഇത്തരമൊരു നിലപാട് പാർട്ടിക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ അവിടെയുള്ള നേതാക്കളുമായി സംസാരിക്കുമ്പോൾ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ തീർത്തും ജനവിരുദ്ധമാണ്. സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ഈ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നയങ്ങൾക്കൊക്കെ തന്നെ വിരുദ്ധമായുള്ള നീക്കങ്ങളാണ്, പ്രവർത്തനങ്ങളാണ് അവിടെയുള്ള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പുതുതായി ചുമതലയേറ്റ താനൂർ പോലീസ് SI ആയ ഖാലിദ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CPM ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. നേരത്തെ താനൂർ ആരോപണങ്ങളാണ് CPM ഉന്നയിച്ചിരിക്കുന്നത്. പോലീസിനെതിരെ CPM ഇന്ന് താനൂരിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിക്കും. മുബഷീറാണ് വിശദാംശങ്ങൾ നൽകിയത്.